നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ലീഗ് ഫേസിലെ മത്സരങ്ങളെപ്പോലെയല്ല പ്ലേ ഓഫിലെ മത്സരങ്ങൾ. ബിഗ് മാച്ചുകളിൽ, ബിഗ് ഒക്കേഷനുകളിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ കെൽപ്പുള്ള താരങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ആ ടീമിന് അത്തരം ഘട്ടങ്ങളിൽ വിജയങ്ങളിലേക്ക് പോകാൻ പറ്റുക. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ SRHന് സംഭവിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ഘട്ടത്തിൽ എന്തൊരു പ്രകടനമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ പ്ലേ ഓഫിൽ കാലിടറി. അത് നമ്മൾ കണ്ടു. ഇവിടെ അത് തന്നെയാണ് PBKസിനും സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ക്വാളിഫയർ 1 ആണ് എന്നുള്ളത് കൊണ്ട് നോക്ക്ഡ് ഔട്ട് ആയിട്ടില്ല, അവർ പുറത്തായിട്ടില്ല. ഇനി ക്വാളിഫയർ 2 അവർക്ക് ഫൈനലിലേക്ക് വന്ന് ഇതിന് പ്രതികാരം ചെയ്യാനുള്ള അവസരം ഇനിയും ബാക്കിയുണ്ട്. അത് കാണാതിരിക്കണ്ട, തിരിച്ചു വരാം, അതിനുള്ള വഴി എവിടെയുണ്ട്. പക്ഷേ ഇന്ന് RCB സമഗ്രാധിപത്യം പുലർത്തിക്കൊണ്ടാണ് വിജയിച്ചത്. അപ്പോൾ ഒരു സമഗ്ര വിശകലനത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എങ്ങും എവിടെയും RCBയുടെ മികവ് അത് മാത്രമേ നമുക്കിവിടെ പറയാനുള്ളൂ. ഈ കളി 10 ഓവർ ബാക്കി നിൽക്കുകയാണ് തീർത്തത് എന്ന് കൂടി നോക്കണം. IPL ചരിത്രത്തിൽ ഏറ്റവും അധികം ബോൾസ് റിമൈനിങ് ആക്കി വിജയിച്ച് കയറിയ പ്ലേ ഓഫ് മത്സരമാണിത്. PBKS 101 റൺസിന് ഓൾ ഔട്ടായി കളഞ്ഞു. മറുപടി ബാറ്റിങ്ങിൽ 106 റൺസിലേക്ക് എത്തിയത് വെറും 10 ഓവറിലാണ്. 2 വിക്കറ്റ് നഷ്ടത്തിൽ 8 വിക്കറ്റിൻ്റെ വിജയമാണ് RCB സ്വന്തമാക്കിയത്. ഈ കളിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ബാറ്റിംഗ് പ്രകടനം തീർച്ചയായിട്ടും ഫിൽ സാൾട്ടിൻ്റേതാണ്. അദ്ദേഹം പൊളിച്ചടുക്കിയിടത്താണ് RCBക്ക് കാര്യങ്ങൾ എളുപ്പമായത്. പഞ്ചാബ് കിങ്സിൻ്റെ ഭാഗത്ത് സ്റ്റോയിനിസിൻ്റെ 26 റൺസായിരുന്നു വലിയ സ്കോർ വന്നത്. സുയാഷ് ശർമ്മയുടെ ബൗളിങ്, ജോഷ് ഹേസൽവുഡിൻ്റെ ബൗളിങ്, അത് സ്പെഷ്യലി എടുത്തു പറയണം ജോഷ് ഹേസൽവുഡിൻ്റെ കാര്യം. കാരണം വെറും 11 കളികൾ IPL കളിച്ചിട്ട് 21 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സീസണിൽ RCBയുടെ ബൗളിങ്ങിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. ഏതായാലും 9 വർഷങ്ങൾക്ക് ശേഷമാണ് RCB IPL ഫൈനലിലേക്ക് പോകുന്നത്. ഇത്തവണയെങ്കിലും ആ കിരീടത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നോക്കുക, ആദ്യം ബാറ്റ് ചെയ്ത PBKSന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരുന്നില്ല. ഒരു ചാലഞ്ചിങ് സർഫേസാണ് അവിടെ. പക്ഷേ അവർ അഗ്രഷൻ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചു. കൃത്യമായിട്ട് RCBയുടെ പേസ് ബൗളേഴ്സ് ഹാർഡ് ലെങ്ത്തിൽ പന്തെറിഞ്ഞുകൊണ്ടിരുന്നു. ചാലഞ്ചിങ് സർഫേസിൽ അവരതിൻ്റെ ഗുണം കൊയ്യുകയും ചെയ്തു. സുയാഷ് ശർമ്മക്ക് 3 വിക്കറ്റ് കിട്ടി. അത് യഥാർത്ഥത്തിൽ ലഭിച്ചത് റെക്ലെസ് സ്വീപ്പിങ്ങിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ റോങ് റണ്ണുകളൊന്നും PBKസിൻ്റെ ബാറ്റർമാർ പിക്ക് ചെയ്തില്ല. അങ്ങനെ അദ്ദേഹം 3 വിക്കറ്റുകൾ പിഴുതെടുക്കുകയും ചെയ്തു. പിന്നെ ഈ പിച്ചിൻ്റെ ഒരു സ്വഭാവം, ബൗൺസ് ഉണ്ടായിരുന്നു, ബോൾ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യ ഇന്നിങ്സിലേതിനേക്കാൾ കൂടുതൽ ബോൾ മൂവ് ചെയ്തത് രണ്ടാം ഇന്നിങ്സിലാണ്. ആദ്യ ഇന്നിങ്സിൽ ഒരു 0.7 ഡിഗ്രിയാണ് കാണിച്ചിരുന്നതെങ്കിൽ രണ്ടാം ഇന്നിങ്സിൽ 1.7 ഡിഗ്രി വരെ ആ ഒരു മൂവ്മെൻറ്റ് കാണിച്ചിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്നിട്ടും അത് അത്രയധികം പ്രശ്നമില്ലാതെയാക്കിയത് ഫിൽ സാൾട്ടിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് എന്നത് പറയാതിരിക്കാൻ വയ്യ. കളിയിലേക്ക് നമ്മൾ ഓരോ ബാറ്റർമാരുടെയും കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പ്രിയാൻഷ് ആര്യയും പ്രഭ്സിമ്രാൻ സിംഗും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് തീർച്ചയായിട്ടും അത് തന്നെയാണ് വലിയ പ്രതീക്ഷ പഞ്ചാബ് കിങ്സിന് കൊടുക്കുന്നത്. ഈ 2 താരങ്ങൾ ചേർന്നുകൊണ്ട് വെടിക്കെട്ട് തുടക്കം കൊടുക്കാറുണ്ട്. അതിന് പക്ഷേ യാഷ് ദയാൽ സമ്മതിച്ചില്ല. തുടക്കം കുറിച്ചത് യാഷ് ദയാലാണ്. അദ്ദേഹം പ്രിയാൻഷ് പാണ്ഡ്യയുടെ കൈകളിലേക്ക് എത്തിക്കുമ്പോൾ വെറും 9 റൺസ് മാത്രമായിരുന്നു PBKസിൻ്റെ സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നത്. അത് വരാനിരിക്കുന്നതിൻ്റെ കൃത്യമായ വ്യക്തമായ സൂചനയായിരുന്നു. 7 റൺസുമായിട്ട് ആര്യ മടങ്ങുന്നു. പിന്നെ ഇംഗ്ലീഷിൽ നിന്നൊരു കിടിലൻ ഇന്നിങ്സ് എല്ലാവരും പ്രതീക്ഷിച്ചാണ്. അത് അവർക്ക് വേണമായിരുന്നു. പക്ഷേ ടോപ്പ് എഡ്ജ് കൊണ്ടു അദ്ദേഹം പുറത്താകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഹേസൽവുഡിൻ്റെ പന്തിൽ അദ്ദേഹം മടങ്ങുന്നു. 7 പന്തുകൾ നേരിട്ട് അദ്ദേഹം എടുത്തത് 4 റൺസ്. പിന്നാലെ ശ്രേയസ് അയ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ ആരാധകർ വെച്ച് പുലർത്തുന്ന താരമാണ്. ഇത്തവണ ഇനിയും ഫൈനലിലെത്താൻ വഴിയുണ്ട്, അത് വേറെ കാര്യം. ഇത്തവണ കൂടി അദ്ദേഹം കിരീടം ഉയർത്തുകയാണെങ്കിൽ അത് വല്ലാത്തൊരു നേട്ടമായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള സമയമായിരുന്നു. പക്ഷേ ഹേസൽവുഡ് വീണ്ടും പണി പറ്റിച്ചു. 3 പന്തിൽ നിന്ന് അദ്ദേഹം എടുത്തത് 2 റൺസ്. സംഗതി 30 റൺസ് ആകുമ്പോഴേക്കും അവർ വീണുപോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു 3 വിക്കറ്റിലേക്ക്. 38 റൺസിന് 4 വിക്കറ്റ്. അങ്ങനെ അവരുടെ ബാറ്റർമാർ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനിടയ്ക്ക് പ്രഭ്സിമ്രാൻ സിംഗ് മടങ്ങിയിരുന്നു. 10 പന്തിൽ നിന്ന് അദ്ദേഹം എടുത്തത് 18 റൺസ് മാത്രമാണ്. വധേര വീണ്ടും യാഷ് ദയാലിൻ്റെ വിക്കറ്റ് അദ്ദേഹം ബൗൾഡാക്കിയായിരുന്നു. 10 പന്തിൽ നിന്ന് 8 റൺസാണ് നെഹാൽ വധേര എടുത്തത്. സ്റ്റോയിനിസിൽ നിന്ന് ഒരു വെടിക്കെട്ട് പ്രതീക്ഷിച്ചു. പക്ഷേ
സാഹചര്യം അത്ര അനുകൂലമായിരുന്നില്ല. 2 4ഉം 2 6ഉം അടക്കം 17 പന്തുകൾ അടിച്ച് അദ്ദേഹം 26 റൺസാണ് അടിച്ചത്. അതിനുശേഷം സുയാഷ് ശർമ്മ ബൗൾഡാക്കി വിടുന്നു ശശാങ്ക് സിംഗിനെ. 3 റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ വക. അപ്പം മുഷീർ ഖാനെ ഇറക്കിക്കൊണ്ട് രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമം നടത്തി. ഇമ്പാക്റ്റ് സബ്ബായിട്ട് മുഷീർ ഖാനെ കൊണ്ടുവരുന്നു. ബാറ്റിംഗ് രക്ഷപ്പെടുത്താനുള്ള ശ്രമം. അദ്ദേഹം ഈ പറഞ്ഞ പോലെ സ്വീപ്പിന് പോയി LBWയിൽ കുരുങ്ങിയായിരുന്നു. ഇമ്മീഡിയറ്റ്ലി പയ്യൻ റിവ്യൂ ഒക്കെ കൊടുത്തു നോക്കി. എന്തു ഫലം? കൃത്യമായിട്ട് അത് സ്റ്റമ്പിന് ഹിറ്റ് ചെയ്യുന്ന ബോൾ തന്നെയായിരുന്നു. സുയാഷ് ശർമ്മക്ക് അടുത്ത വിക്കറ്റ് ഡെക്കായിട്ട് മടങ്ങുന്നു. ഒമർസായി ഒരു 6ഉം 4ഉം ഒക്കെ അടിച്ചുകൊണ്ടൊരു ശ്രമം നടത്തി. 12 പന്തിൽ നിന്ന് 18 റൺസാണ് അദ്ദേഹം അടിച്ചത്. ഷെഫേർഡിൻ്റെ പന്തിൽ ഹർപ്രീത് ബ്രാർ ഒരു നന്നായിട്ട് ബൗൺസ് ഉണ്ടായിരുന്ന ബോളാണ്. അത് കളിക്കാൻ വേണ്ടി ശ്രമിച്ചു. പ്ലേ ഡൗൺ ആയി 4 റൺസുമായിട്ട് അദ്ദേഹം മടങ്ങി. അങ്ങനെ വെറും 101 റൺസ് 14.1 ഓവറുകളിൽ 101 റൺസിന് ഓൾ ഔട്ടായി കളഞ്ഞു PBKS. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണത്. ഈ ലീഗ് ഘട്ടത്തിലെ മികവ് പോരാ പ്ലേ ഓഫിൽ മികവ് കാണിക്കാൻ. അതിന് ബിഗ് ഒക്കേഷനുകളിൽ മുട്ടിടിക്കാതെ കളിക്കാൻ പറ്റണം. അവിടുത്തെ കണ്ടീഷൻസ് അനുസരിച്ച് കളിക്കണം. അത് അനുസരിച്ച് ബൗൾ ചെയ്യുന്ന ഒരു RCBയെ നമ്മളുണ്ട്. പലരും കമൻ്റൊക്കെ ഇട്ടിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. RCBയുടെ ബൗളിങ്ങും PBKSൻ്റെ ബാറ്റിങ്ങും നേർക്ക് നേർ കാണാം നമുക്ക് RCBയുടെ അവസ്ഥ എന്നൊക്കെ. പക്ഷേ ഇവിടെ ഇതൊരു മെൻ്റൽ ബാറ്റിൽ കൂടിയാണ്. ആ ഒരു വിക്ടറി കൂടി അവിടെ നേടേണ്ടതുണ്ട്. തുടക്കത്തിൽ യാഷ് ദയാൽ ഇട്ട തുടക്കം അത് പിടിച്ചു എന്നുള്ളതാണ് കാര്യം. എന്ന് പറഞ്ഞാൽ ജോഷ് ഹേസൽവുഡ് കാര്യങ്ങൾ അനുകൂലമാക്കി എടുക്കുന്നു. പിന്നെ സ്പിന്നറിയാൻ വന്നുകൊണ്ട് സുയാഷ് ശർമ്മ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് റോങ് ഒണ്ണുകൾ പിക്ക് ചെയ്യാതിരുന്ന PBKSന് അദ്ദേഹം പണി കൊടുക്കുകയായിരുന്നു. പിന്നെ റെക്ലെസ് ആയിട്ടുള്ള സ്വീപ്പിന് പോയി അതൊക്കെ ഔട്ടാകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയണേ, ക്യാച്ചുകൾ, കിടിലൻ ക്യാച്ച്, അവസാനത്തെ ക്യാച്ചൊക്കെ നോക്കണം. ജിതേഷ് ശർമ്മ ചാടി ഉയർന്നെടുക്കുന്ന ക്യാച്ച്. അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു RCBക്ക്. തൊടുന്നതെല്ലാം പൊന്നാവുക, തൊട്ടതെല്ലാം പൊന്നാവും എന്ന് പറയുമല്ലോ, അതുപോലെയുള്ളൊരു ദിവസമായിരുന്നു ഇത് RCBക്ക്. എല്ലാം ക്ലിക്കാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കിങ്ങിൻ്റെ ആരാധകർക്ക് ആവേശത്തിലേക്ക് പോയി. അങ്ങനെ മറുപടി ബാറ്റിങ്ങിന് വരുന്നു. വിജയിക്കാൻ വേണ്ടത് വെറും 102 റൺസാണ്. അപ്പോൾ നല്ലൊരു തുടക്കം ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു PBKSൻ്റെ കാര്യം എന്നത് ഉറപ്പായിരുന്നു. പക്ഷെ ബോൾ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. തുടക്കം ഇട്ട് കൊടുത്തു എന്ന് തോന്നിച്ചതിന് ശേഷം പക്ഷേ മടങ്ങിപ്പോയി കിങ് കോഹ്ലി. ആ ഒരു ഫസ്റ്റ് ബോൾ അദ്ദേഹം ബൗണ്ടറി അടിക്കുന്നത് നോക്കണം. പിച്ചിൽ നല്ല ബൗൺസ് ഉണ്ട്, എക്സ്ട്രാ ബൗൺസ് വരുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം തൻ്റെ റിസ്റ്റൊക്കെ റോൾ ചെയ്യുന്ന കാഴ്ച ആ ഒരു ബൗണ്ടറിക്ക് വേണ്ടിയിട്ട് മനോഹരമായിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് ആ ഒരു അർഷ്ദീപിൻ്റെ ബോളിൽ. ഏതായാലും അദ്ദേഹം ഒരു പ്രതീക്ഷ തന്നു. 2 4ഒക്കെ അടിച്ചുകൊണ്ട് 12 പന്തിൽ നിന്ന് 2 4ൻ്റെ സഹായത്തോടെ 12 റൺസ്. പക്ഷേ KL ജാമീസിൻ്റെ ആ പന്തിൽ അദ്ദേഹം ഇംഗ്ലീഷ് പിടിച്ച് പുറത്താവുകയായിരുന്നു. ജാമീസിന് ആ ഓവറിൽ തീ തുപ്പിയിട്ടുണ്ട്. പിന്നാലെ വന്ന ബോളുകളൊക്കെ മായങ്ക് അഗർവാളിനെ നന്നായിട്ട് ബുദ്ധിമുട്ടിച്ചു. എവേസിംഗ് ബോൾ മൂവ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ കണ്ടു. സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. പക്ഷേ പിന്നാലെ വന്ന ഓവറിൽ ജാമീസിൻ്റെ അടുത്ത ഓവറിൽ പണി കൊടുത്തു ഫിൽ സാൾട്ട് ചിലത് നിശ്ചയിച്ചിരുന്നത് ഉറപ്പാണ്. കാരണം റൺസ് വളരെ കുറവാണ്, 101 റൺസേ ഉള്ളൂ. അപ്പോൾ അത് വിക്കറ്റുകൾ എടുത്തെങ്കിൽ മാത്രമേ PBKSന് സാധ്യതയുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒരു കൗണ്ടർ അറ്റാക്ക് അങ്ങ് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ജാമീസിൻ്റെ ഈ ഓവറിൽ ഒന്ന് ഞെട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം കൗണ്ടർ അറ്റാക്ക് ചെയ്യുക, ജാമീസിനെ തന്നെ അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് തന്നെ ഫിൽ സാൾട്ട് അവിടെ സക്സസ് ആയിടത്താണ് മറ്റു പരിക്കുകളില്ലാതെ RCBക്ക് വിജയിക്കാൻ പറ്റുന്നത്. കാരണം അവിടെ ആ റൺ റേറ്റ് ഡ്രോപ്പ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യം സെൻസ് ചെയ്തുകൊണ്ട് കളി മുറുക്കാൻ ശ്രേയസ് അയ്യരുടെ സംഘത്തിന് പറ്റും. അത് പറ്റാതിരുന്നത് ഫിൽ സാൾട്ടിൻ്റെ ആ ഒരു അറ്റാക്ക് കൊണ്ടായിരുന്നു. ഫിൽ സാൾട്ട് ആഞ്ഞടിക്കുന്നു, അഗർവാൾ തപ്പിയൊക്കെ നിന്നു. പക്ഷേ 13 പന്തിൽ നിന്ന് 2 4ഉം 1 6ഉം അടക്കം 19 റൺസ് അടിച്ചിട്ട് അദ്ദേഹം മടങ്ങി. എന്നാൽ ഫിൽ സാൾട്ട് അതിവേഗത്തിൽ അടിക്കുന്ന കാഴ്ച. IPL പ്ലേ ഓഫാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘട്ടമാണ്. 27 പന്തുകൾ നേരിട്ട് ഇംഗ്ലീഷ് താരം 6 4കളും 3 6ഉം അടക്കം 207.4 സ്ട്രൈക്ക് റേറ്റിൽ 56 റൺസ് അങ്ങ് അടിച്ചിട്ടു. അതോടുകൂടി കളി RCBയുടെ കയ്യിലിരുന്നു. പട്ടിദാർ മനോഹരമായൊരു 6ഉം ഒരു 4ഉം അങ്ങനെ അദ്ദേഹം കളി തീർത്തു. 8 പന്തിൽ നിന്ന് 15 റൺസാണ് അദ്ദേഹത്തിൻ്റെ വക വന്നത്. തീർച്ചയായിട്ടും അർഷ്ദീപും ജയമീസനും ചേർന്നിട്ട തുടക്കത്തിൽ ജയമീസിന് ആ വിക്കറ്റ് എടുത്തെങ്കിലും മറ്റൊന്നും PBKSൻ്റെ ബൗളർമാർക്ക് ഗ്രിപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കളി അനായാസം വിജയിച്ചു പോകുന്ന ഒരു RCBയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ
RCBയുടെ ബാറ്റിംഗ് കൃത്യമായിട്ട് ക്ലിക്കായി, RCBയുടെ ബൗളിങ് സ്പോട്ട് ഓൺ ആയി. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ ഒരു വിജയം വരുന്നത്. 100% അവർ ആവേശത്തിലായിരുന്നു, കളിക്കളത്തിൽ അവരത് ചെയ്ത് നടപ്പാക്കി കാണിച്ചു. പക്ഷേ ശ്രേയസ് അയ്യരുടെ സംഘത്തിന് ഇനിയും സാധ്യതയുണ്ട്, അത് നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്നാൽ ഈ വിജയം RCBക്ക് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്, അത് വളരെ വളരെ വലുതായിരിക്കും. ടേബിൾ ടോപ്പേഴ്സിനെയാണ് തോൽപ്പിച്ചത് പ്ലേ ഓഫിൽ. പക്ഷേ ടേബിൾ ടോപ്പേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ടീമിന് 19 പോയിന്റ് ആയിരുന്നു, അത് വേറെ കാര്യം. നേരത്തെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒരു കളി RCB ജയിച്ചു, ഒരു കളി PBKS ജയിച്ചു എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്ലേ ഓഫിൽ അവരുടെ മണ്ണിലിട്ട് തോൽപ്പിക്കാൻ കഴിഞ്ഞിടത്ത് RCBയുടെ ആത്മവിശ്വാസം ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. 9 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഫൈനൽ കളിക്കാൻ RCB പോവുകയാണ്. അവർ ആ കിരീടത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.